പൊന്നു വാങ്ങാൻ ഇനിയും നാളുകൾ എണ്ണി കാത്തിരിക്കണം. സ്വർണ്ണവിലയിൽ വലിയ തിരുത്തൽ ഇനിയും ഉണ്ടാകുമെന്നാണ് ആഭരണ പ്രേമികളുടെ പ്രതീക്ഷ. അതിനിടെ സ്വർണ്ണത്തിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ മലയാളികൾ പുതുതായി സ്വീകരിച്ച തന്ത്രവും വിപണിയിൽ മാറ്റങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വിലയിൽ വലിയ തിരുത്തൽ ഇനിയും ഉണ്ടാകുമെന്നാണ് ആഭരണപ്രേമികളുടെ പ്രതീക്ഷ. എന്നാൽ ഈ വർഷം വലിയ കുതിപ്പുണ്ടാകില്ലെങ്കിലും സ്വർണ്ണവില ഇനി ഉയരാൻ തന്നെയാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. അടുത്ത വർഷം മാർച്ചോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,500 വരെ ഉയർന്നേക്കുമെന്നും പ്രവചനങ്ങളുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ ആവശ്യകതയും വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമാണ് ഇങ്ങനെ സ്വർണ്ണവില കുത്തനെ ഉയരാൻ കാരണമായെന്നും വിദഗ്ധർ പറയുന്നു. ജൂൺ മാസത്തിൽ സ്വർണ്ണവിലയിൽ 11.7% ഇടിവാണ് രേഖപ്പെടുത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം ഉയർന്നതോടെ നിക്ഷേപകർ സ്വർണ്ണത്തെ കൈവിട്ടതാണ് വില കുറയാൻ കാരണമായതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ വർഷത്തിന്റെ തുടക്കത്തിൽ റെക്കോർഡ് തൊട്ട സ്വർണം ഇതോടെ ഔൺസിന് $4,000 താഴെ എത്തിയിട്ടുണ്ട്. US ഇറാൻ സംഘർഷം കടുത്തതോടെ എണ്ണ വിപണിയിൽ കടുത്ത പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. അതിനിടയിൽ സ്വർണ്ണത്തെ വിട്ട നിക്ഷേപകർ ഡോളറിലേക്ക് തിരിഞ്ഞ കാഴ്ചയും നമ്മൾ കണ്ടു. ഇതെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അതേസമയം $5,000 മുകളിലേക്ക് വില ഉയർന്നാൽ കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണത്തിന് വില 1,20,000 വരെ എത്താനും സാധ്യതയുണ്ട്. നിലവിൽ ഒരു പവൻ വാങ്ങണമെങ്കിൽ 1,10,000 രൂപയെങ്കിലും നിങ്ങൾ നൽകേണ്ടി വരും. എന്നാൽ സ്വർണ്ണത്തിന്റെ ഭാവി ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുക തന്നെ ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഏതാനും മാസങ്ങൾ കൊണ്ട് ഇരട്ടിയിൽ അധികമാണ് സ്വർണ്ണവില ഉയർന്നിരിക്കുന്നത്. അതിനിടെ സ്വർണ്ണത്തിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ മലയാളികൾ പുതിയ തന്ത്രവും സ്വീകരിച്ചിട്ടുണ്ട്. ആ ട്രെൻഡ് ഇപ്പോൾ വലിയ തരത്തിൽ വൈറലായെന്നും പറയുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയതിനു മുമ്പ് ഏകദേശം 60,000-നടുത്ത് നിന്നതാണ് സ്വർണ്ണവില. അതിനുശേഷം വില ഇരട്ടിയിലധികം വർദ്ധിച്ചു. 1,30,000 വരെ വിലയെത്തി. ഒറ്റയടിക്കല്ല, ഘട്ടം ഘട്ടമായാണ് ഈ സ്വർണ്ണവില കൂടിയത്. അതുമാത്രമല്ല, അതിനുശേഷം 6 മാസക്കാലം കൊണ്ട് ഇത്രയധികം ഏറ്റക്കുറച്ചിലുകൾ സ്വർണ്ണവിലയിൽ പ്രകടമായി. യുദ്ധം തീർന്നില്ല എന്ന സ്ഥിതിയാണ് പലപ്പോഴുമുള്ളത്. യുദ്ധം തീർന്നുവെന്ന് രണ്ടു കൂട്ടരും അവകാശപ്പെടുമ്പോഴും ഏത് നിമിഷവും അത് മാറ്റം വരാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ മലയാളികൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, സ്വർണത്തിന്റെ വില താഴുമ്പോൾ പെട്ടെന്ന് പോയി സ്വർണം വാങ്ങുന്ന രീതിയാണുള്ളത്. വില ഉയരുന്ന സമയത്ത് അതുകൊണ്ടുപോയി വിൽക്കുന്ന ട്രെൻഡും ഇപ്പോഴുണ്ട്. മലയാളികൾ 50 ടണ്ണോ അതിലേറെയോ സ്വർണം വാങ്ങുകയും പഴയ സ്വർണം വിറ്റൊഴിക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ടെന്നും വ്യാപാരികളും പറയുന്നു. നഷ്ടമില്ലാത്തതുകൊണ്ട് പഴയ സ്വർണം വിറ്റൊഴിക്കുന്ന പതിവും വർദ്ധിച്ചിരിക്കുകയാണ്. സാധാരണ പഴയ സ്വർണം വിൽക്കുമ്പോൾ പുതിയ വില ലഭിക്കില്ല. എന്നാൽ ഇപ്പോൾ പഴയ സ്വർണം പുതിയ വിലയിലേക്ക് എന്നൊക്കെ പരസ്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ആളുകൾ പഴയ സ്വർണം വിറ്റ് കാശാക്കാറാണ് പതിവുള്ളത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.